പെർഫെക്ഷൻ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കണ്ടന്റ് ക്രിയേഷനിൽ. ഞാൻ എൻ്റെ ക്ലയൻസിന് വേണ്ടി സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് എല്ലാം ചെയ്ത് അവരുടെ നീഷിൽ അവർക്ക് ഒരു ഗ്രോപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പേജോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമോ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഈ ഒരു പെർഫെക്ഷൻ തോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേജ് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് പെർഫെക്ഷൻ എന്ന ആ ഒരു തോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാനാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഈ പേജിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ അപ്പോഴും എടുത്തൊരു ഉറച്ച തീരുമാനമുണ്ട്, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 30 days കൺസിസ്റ്റൻസി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ പെർഫെക്ഷൻ എന്നത് മാറ്റി വെച്ച് ക്വാളിറ്റി എന്നതിനേക്കാളും ക്വാണ്ടിറ്റി എന്നതിന് ഇനീഷ്യൽ സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും ഈ ഒരു 30 days കൺസിസ്റ്റൻസി ചലഞ്ച് 19ാമത്തെ ദിവസമായപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടി ഒരു 54 ഫോളോവേഴ്സ് എനിക്കുണ്ടായി. അത് മാത്രമല്ല അക്കൗണ്ടിന് ഒരു 15,000 മേലെ പ്രൊഫൈൽ വ്യൂസ്. ഇത് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നതല്ല, അതുപോലെ തന്നെ ക്വാളിറ്റി വേണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. പെർഫെക്ഷനും ക്വാളിറ്റിയും നോക്കിയിരുന്നുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റി എന്നത് വൈകാതെ സംഭവിക്കും.